എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബി വിക്രത്തിനെ പൊളിച്ചെടുക്കുവാണ്. അതോടൊപ്പം തന്നെ വിക്രത്തിനെ കർണം അടിച്ച് പോയിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ആൽബി കുറെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് സോണിന്റെ അടുത്തേക്ക് വരുവാണ്. കല്യാണത്തലേന്നാണ്. അപ്പൊ സോണിക്ക് ഒരു ദിവസം കൂടെ കല്യാണത്തിന് ബാക്കിയുള്ളൂ. അപ്പൊ അതിന്റെ തലേന്ന് തന്നെ കുറെ സമ്മാനങ്ങളൊക്കെ സോണിക്ക് കരുതിയേ വരുന്നേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു. സോണിന്റെ അടുത്തേക്ക് ആൽബി വരുവാണ്. ഈ സമയത്ത് രൂപ വെച്ച് എന്തിനാ മോനെ ഇത്ര സമ്മാനങ്ങളൊക്കെ ആയിട്ട് വന്നേ, ഇത്ര ഗിഫ്റ്റ് ഒന്നും വേണ്ടായിരുന്നു, ഇതിനൊന്നും ആവശ്യമില്ലായിരുന്നു. അല്ലെങ്കിലും സോണിക്ക് ഇപ്പൊ എന്തിനാ ഇതൊക്കെയെന്ന് ചോദിക്കുവാണ്. അതമ്മേ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ. ഇനി ഒരു ദിവസമല്ലേ കല്യാണത്തിനുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ അവൾ എൻ്റെ ഭാര്യയല്ലേ. ഇപ്പൊ എനിക്ക് ഭാര്യയല്ല, പക്ഷെ ഭാര്യയാകുന്നതിന് മുമ്പ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ സമ്മാനങ്ങളായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൽബി അങ്ങോട്ട് തട്ടി വിടുന്നുണ്ട്. ഈ സമയത്ത് കല്യാണിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. കൊള്ളാം, അല്ല എന്താ വിശേഷിച്ച എന്തായാലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സോണിനെ ഒന്ന് കാണാൻ തോന്നി, അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറഞ്ഞു. കണ്ടോ കണ്ടോ, ആള് മുറിയിലുണ്ട്, ചെല്ലാൻ പറയാണ്. അങ്ങനെ ആൽബി മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. അപ്പൊ സോണി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. സോണിയോട് ചാരുമോൾ എന്തെന്ന് ചോദിക്കുകയാണ്. ചാരുമോൾ അപ്പുറത്തുണ്ട് എന്ന് പറയണം. ശരി, അല്ല എന്താ ആൽബേട്ടൻ വന്നേന്ന് ചോദിക്കണം. വെറുതെ എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നിന്ന് പറയണ. അല്ല കയ്യിൽ എന്താ കുറെ ഗിഫ്റ്റൊക്കെ ഉണ്ടല്ലോ. അത് ഞാൻ നിന്നെ കാണാൻ വരുമല്ലേ, അപ്പൊ നിനക്കായിട്ട് കരുതിയതാന്ന് പറയാം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് സോണിയുടെ ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. സോണി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആൽബേട്ടൻ അറിയാലോ, ഞാൻ ഒരിക്കലും ഈ ഗിഫ്റ്റ് ഒന്നും മോഹിച്ചല്ല ആൽബേട്ടൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് കരുതിയത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങളൊക്കെ ആൽബേട്ടൻ അറിയാലോ. അപ്പൊ അങ്ങനെ കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു. എൻ്റെ ചാരുമോളെ നന്നായിട്ട് നോക്കുന്ന ഒരാൾ മാത്രം മതി എൻ്റെ ജീവിതത്തിൽ. അത് മാത്രം എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഒരു വിവാഹം ഉണ്ടെങ്കിൽ എങ്കിൽ മാത്രമേ ഞാൻ കല്യാണത്തിന് സമ്മതിക്കുള്ളൂ എന്ന് എൻ്റെ അച്ഛനോട് പറഞ്ഞായിരുന്നു. പക്ഷെ അത് അച്ഛന് കൊടുത്ത വാക്ക്, ആ വാക്ക് പാലിക്കാനായിട്ട് അച്ഛൻ മാക്സിമം ശ്രമിച്ചു. അതുകൊണ്ടാണല്ലോ ആൽബേട്ടനെ പോലെ നല്ലൊരാളെ എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് ലഭിക്കാൻ പോകുന്നു പറയാണ്. ആൽബിനെ അത്രയ്ക്ക് എന്തായാലും പൊക്കമൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണേ. ഇല്ല, സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ ആദ്യ വിവാഹ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൈപ്പേറിയതായിരുന്നു. ഒരിക്കൽ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ആൽബേട്ടന് ഉള്ളപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ, ആൽബേട്ടനെ ഞാൻ പരിചയപ്പെട്ടതിന് ശേഷമുള്ള കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ശരിക്കും ഞാൻ എന്താന്ന് ഞാൻ തിരിച്ചറിയുന്നത്. എൻ്റെ ആദ്യ ജീവിതവും ഞാൻ ഇത് വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ തെറ്റുകളും മനസ്സിലാവുന്നുണ്ട്, എനിക്ക് ആൽബേട്ടനും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെന്ന് പറയാണ്. പിന്നീട് ആൽബേട്ടൻ നമ്മുടെ കല്യാണത്തല്ലേന്നാ, ഇതൊന്നും ഓർത്ത് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, ഒരു ദിവസം കഴിഞ്ഞാൽ നീ എൻ്റെ സ്വന്തമാവെന്ന് പറയാണ്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറയാം. സോണി പറഞ്ഞു, ഈ കല്യാണം മുടക്കാനായിട്ട് എൻ്റെ ആദ്യ ഭർത്താവ് കുറെ ശ്രമിച്ചതല്ലേ, പക്ഷെ നടക്കാതെ വന്നു. പക്ഷെ ഇനി ഇതിൻ്റെ പേരിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. എൻ്റെ വിവാഹം മുടങ്ങിയതോടെ സന്തോഷിച്ചിരിക്കും അയാൾ. ഇനി കല്യാണം നടക്കാൻ പോകുന്നെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത എന്തെങ്കിലും പ്ലാനും പത്തുകളായിട്ട് വരുമെന്ന് പറയാം. അതൊന്നും ഓർത്ത് സോണി വിഷമിക്കണ്ട, അവനിനി എൻ്റെ അടുത്തേക്ക് വരട്ടെ, അവനിട്ടുള്ള തക്ക മറുപടി ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ്. അതിനുശേഷം ചാരുമോളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. കുറെ സമയം ചാരുമോളെയൊക്കെ കൊഞ്ചിച്ച് അടുത്തിരുത്തി കുറെ കളിപ്പിച്ചതിന് ഇതൊക്കെ ശേഷമാണ് ആൽബി തിരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽബി പോയി കഴിഞ്ഞപ്പോഴത്തേന് രൂപ പറഞ്ഞു, ആൽബി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്താലും നമ്മൾ സോണിയുടെ കാര്യത്തിൽ ഇത്ര നല്ലൊരു പയ്യനെ അവൾക്ക് കിട്ടുക എന്ന് പറഞ്ഞൊരു പുണ്യമാണ്. കാരണം രണ്ടാം വിവാഹമാണ് സോണിയുടെ, ആൽബിയുടെ ആദ്യത്തെ. അത് വെച്ച് നോക്കുമ്പോൾ ദൈവമായിട്ട് അവൾക്ക് കൊണ്ടുത്തന്ന, അവളുടെ സ്വഭാവം നല്ലതായിട്ട് ദൈവം കൊണ്ടുതന്നാന്ന് പറയാണ്. അതിനൊരു എതിരഭിപ്രായം ഇല്ലായിരുന്നു കിരണും കല്യാണിക്കും. അപ്പോൾ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ കല്യാണത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ ഒരു സന്തോഷത്തിലായിരുന്നു അവരും. പക്ഷെ ഇതോടൊപ്പം തന്നെ വേറൊരു ഇതും കൂടെ ഉണ്ട്. ആൽബിയോട് പോകാൻ നേരം എല്ലാം കല്യാണി പറഞ്ഞു വിടുന്നു. ആൽബി എപ്പോഴും ഒരു കണ്ണ് വേണം മുന്നിലും പുറയിലും. കാരണം രാഹുലങ്ങൾ വെറുതെ ഇരിക്കില്ല, അയാൾ അതുമാതിരി പരിപാടികളൊക്കെ ചെയ്യുന്നവനാ. കഴിഞ്ഞ അവിടെ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുമ്പിൽ നിന്ന് വെച്ച് നടന്ന അപകടങ്ങളൊക്കെ കണ്ടല്ലോ, അത് ഓർമ്മയിൽ വേണമെന്ന് പറയാണ്. അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധ വേണമെന്നൊക്കെ പറഞ്ഞ് കല്യാണി ആൽബിനെ ഒന്ന് ഉപദേശിച്ചാ വിടുന്നേ. പിന്നീട് ആൽബി വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് വിക്രത്തിനെ കാണുന്നത്. വിക്രം ആൽബിനെ കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ഓടി ചെല്ലുന്നുണ്ട് ആൽബിയുടെ അടുത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, അല്ല അന്ന് ഇത്തിരി പേര് നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ, കല്യാണം മുടങ്ങിയെന്ന് അറിഞ്ഞു, അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയണം ആൽബിയോട്. ആൽബി പറഞ്ഞു, അതെ കല്യാണം മുടങ്ങി, ആ പെണ്ണിനെ വേണ്ടത് ഞങ്ങളും കൂടെ വെച്ചെന്ന് പറയണം. അതെന്താണ് നന്നായി കേട്ടോ, ആ പെണ്ണിനെ വേണ്ടെന്ന് വെച്ചാൽ അവള് മഹാ ഊടാ, എൻ്റെ ആദ്യ ഭാര്യയായിരുന്നു. അപ്പം അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവളുടെ സ്വഭാവം ശരിയല്ലെന്നേ, അതുകൊണ്ടല്ലേ ഞാനും അവളുമായിട്ടുള്ള ബന്ധം വേർപിരിച്ചതെന്ന് പറയാം. അല്ലെങ്കിലും അവളെ പറഞ്ഞിട്ട് കാര്യമില്ല,
അവളുടെ അച്ഛനുണ്ടല്ല സേനൻ, അയാൾ അതിനെല്ലാം കാരണക്കാരൻ. മുമ്പേ തന്നെ ആ പിള്ളേരെ ഇട്ടിട്ട് പോയതുകൊണ്ടല്ലേ അവരിങ്ങനെയൊക്കെ വഴിപഴിച്ച് പോയത്. അല്ലാതെങ്കിൽ നന്നായിട്ട് ജീവിക്കേണ്ടവരാന്നൊക്കെ പറഞ്ഞ് ചന്ദ്രസേനനെയും സോണിനെയും എല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു വിക്രം. പിന്നെ നിങ്ങൾ എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ. നിങ്ങൾ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതം കൂടെ താറുമാറായിപ്പോയാനും. ഞാൻ കുറെ കാലം അനുഭവിച്ചല്ലേ അവളുടെ സ്വഭാവം. ഇനിയിപ്പോൾ അവൾ ആരെ പിടിക്കാനാണോ എന്തോ. ഇനിയിപ്പോൾ അടുത്ത കല്യാണ ആലോചനയൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു കല്യാണവും നടക്കാൻ പോകുന്നില്ല നീ. ഏതൊക്കെ കല്യാണം വന്നാലും അതെല്ലാം മുടങ്ങിയിരിക്കും എന്ന് പറയാം. അവളുടെ സ്വഭാവത്തെക്കുറിച്ച് 10 ദിവസം കഴിയുമ്പോൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഒരു കല്യാണം നടക്കാൻ പോകുന്നില്ല. അതുപോലത്തെ ഒരു വൃത്തികെട്ട പെണ്ണ അവളെന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കുറേ സമയം ആൽബിയിരുന്നു. പിന്നെ ആൽബി അവിടെ പെരുത്ത് കയറി. പിന്നീട് സോണിയെ കുറിച്ച്, സോണിയുടെ സ്വഭാവത്തെക്കുറിച്ചും വേറെ കുറെ വൃത്തികേടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആൽബിക്ക് സഹിച്ചില്ല. ആൽബിച്ച് നീ എന്താടാ കരുതിയെന്ന് ചോദിച്ചിട്ട് അവൻ്റെ കുത്തിനെ അങ്ങോട്ട് കയറി പിടിക്കണം വിക്രത്തിനെ. നീ എന്താ വിചാരിച്ചേ ഞാനും സോണിയും നമ്മളെ വിവാഹം മുടങ്ങിയതോ? അതൊക്കെ നിന്റെ വെറും തെറ്റിദ്ധാരണ മാത്രമായിരുന്നു മോനെ. ഞാനും അവളെ നമ്മളെ വിവാഹം മുടങ്ങിയിട്ടില്ല. നാളെ ഞങ്ങളുടെ രണ്ടും തമ്മിൽ കല്യാണമെന്ന് പറയാണ്. ഒരു നിമിഷം ഞെട്ടിത്തെറിച്ചു പോയി വിക്രം. വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ലായിരുന്നത്. നീ എന്താ കരുതിയിരുന്നേ? നീ എന്തായാലും നീയും നിന്റെ അച്ഛനും കൂടെ എന്തായാലും പറഞ്ഞു കഴിയുമ്പോഴത്തേനും അതൊക്കെ വിശ്വസിച്ച് ഞാനും അവളോട് നമ്മൾ കല്യാണം മുടങ്ങുന്നു. ഒരു കാരണവശാലും മുടങ്ങില്ലടാ. അവളെ ഇനി ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അവളെ പോലൊരു പെണ്ണിനെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. പക്ഷേ നിനക്കത് അവളെപ്പോലൊരു പെണ്ണിനെ നിനക്ക് അനുഭവിക്കാനുള്ള യോഗമില്ലാതെ പോയി. അത്ര നല്ല പെൺകുട്ടീനെ നിനക്ക് ചേരില്ല. അതാണ് നിനക്ക് പറ്റിയ അബദ്ധം. ഇപ്പം നിനക്ക് കിട്ടിയിട്ടുണ്ടല്ലോ അതിനേക്കാളും നല്ല ഒരെണ്ണത്തിനെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. വിക്രത്തിന്റെ കാരണം തീർത്ത് ഒരെണ്ണം പൊട്ടിക്കുകയും കൂടി ചെയ്തു. വിക്രം ആകെപ്പാടെ തകർന്നു. വിക്രം പറഞ്ഞു കല്യാണം നടക്കുന്നത് കാണാം. നീ അവളെ എന്ത് കഴുത്തിലൊന്ന് താലി ചാർത്തി നോക്ക്. എൻ്റെ കുഞ്ഞാ അവളുടെ കയ്യിലിരിക്കുന്നു പറയണം. നിന്റെ കുഞ്ഞോ? ആഹാ, അതാ നീ അങ്ങനെയല്ലോ പറഞ്ഞേ. ഡിവോഴ്സ് നടന്നിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ നീ എന്താ പറഞ്ഞേ? എല്ലാ സോണി എന്നോട് പറഞ്ഞിട്ടുണ്ടാ. നിന്റെ കുഞ്ഞല്ലെന്നല്ലേ നീ നിന്റെ അച്ഛനും കൂടെ അന്ന് എൻ്റെ വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞേ. പിന്നെ അവളെ വെല്ലുവിളിച്ചും ആ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരുന്നേ. പിന്നെ നീ എന്ത് അവകാശത്തിന്റെ പേരിലാടാ ചാരിമോളുടെ അവകാശം പറഞ്ഞാൽ അങ്ങോട്ട് വരുന്നത്? മേലാല് ചാരിമോളുടെ അവകാശം പറഞ്ഞാൽ പരിസരത്ത് അങ്ങനെ വന്നാണ്ടല്ലോ നിന്റെ മുട്ടുകാല് തല്ലി ഓടിക്കും. പറഞ്ഞേക്കാം. നിന്റെ കുഞ്ഞാണ് പോലെ. ഇനിയിപ്പം നിന്റെ കുഞ്ഞല്ലടാ, അത് എൻ്റെ സോണിൻ്റെയും കൂടെ കുഞ്ഞാ, അറിയാവോ? ഇനി ഒരു അവകാശം പറഞ്ഞാൽ നീയോ നിന്റെ അച്ഛനോ നിന്റെ കുടുംബക്കാരോ ഒന്നും ആ പരിസരത്ത് പോലും അടുക്കില്ലെന്ന് പറയാണ്. വിക്രം ആകെപ്പാടെ തകർന്നു പോയി. വിക്രം ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത്. കല്യാണം മുടങ്ങിയെന്ന് സന്തോഷത്തിലിരിക്കുമ്പോഴാണ് അങ്ങനെ ആകെ തകർന്ന് തരിപ്പണമായിട്ട് പിന്നീട് വീട്ടിലേക്ക് വിക്രം ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും പ്രകാശനൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നല്ല അടിപൊളി വിശേഷം തന്നെയാണ് നടക്കാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.